കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മനസ്സിലായി എനിക്ക് സുരേഷ് ഗോപിയോട് പാർട്ടിപരമായിട്ടും വ്യക്തിപരമായിട്ടും ആൾക്കാർക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ആളൊരു എന്താ പറയുക തുറന്നൊരു പുസ്തകം വഴി ഒരു ശുദ്ധനാണ്. എനിക്ക് എത്ര ഈ ബന്ധങ്ങളൊന്നും അല്ല നമ്മൾ തമ്മിൽ എത്രയോ കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഉള്ളു ഭയങ്കര ശുദ്ധനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പരാതി പറയേ, എനിക്ക് അങ്ങോട്ട് പുറത്തിറങ്ങിയ പേടിയാണ് ചേച്ചി, ആരെങ്കിലും സങ്കടം കണ്ടാൽ കയ്യിലത്തെ പൈസ എടുത്ത് കൊടുക്കുന്നു, അതേസമയം ഞങ്ങൾ പട്ടിണിയാവുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മനുഷ്യന്മാരൊന്നും എനിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. മൊത്തം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പം രാജ്യസഭ എം പി ആയിരുന്ന സമയത്ത് തന്നെ തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. ഇപ്പോൾ തൃശ്ശൂർക്കാർക്കൊക്കെ സംസാരിക്കാൻ അദ്ദേഹത്തെ പറ്റി തന്നെയാണ്. അതെ അതെ. അപ്പം മാം മണ്ഡലത്തിൽ ഇറങ്ങിയിട്ട് ജനങ്ങളുടെ ഒരു വികാരം എങ്ങനെയാണ്? അല്ല, അതിപ്പോഴല്ല, ഞാനത് ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പേ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന് ആൾക്കാരുടെ ഇടയിൽ ഉള്ള ഒരു ആൾക്കാർക്ക് താല്പര്യം, അതിൽ ജാതി മതമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് കോൺഗ്രസ്സിന് കിട്ടുന്ന ഏരിയയിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്ത് സുരേഷ് കയറി. അപ്പോൾ പിന്നെ അത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്താണ്ടല്ലോ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിനോട് ജയിക്കും. അതെ, ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും നിത്യശത്രുതയും നിത്യബന്ധങ്ങളും ഇല്ല. അതങ്ങനെ മാറിക്കൊണ്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് വന്നു. സുരേഷുമായിട്ട് എന്നും എനിക്ക് വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുറത്ത് മത്സരിക്കുമ്പോഴും നമ്മുടെ ഒരു സഹോദരൻ വന്ന് നിൽക്കണമെന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക്. അദ്ദേഹത്തിനും സങ്കടമായിരുന്നു, എനിക്കും സങ്കടമായിരുന്നു. പക്ഷേ നമ്മൾ രാഷ്ട്രീയമല്ല, നമുക്ക് മത്സരിക്കാണ്ട് പറ്റില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എനിക്ക് അക്കാര്യത്തിലൊന്നും എനിക്ക് അദ്ദേഹം ജയിക്കുന്നുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് ഒരു സംശയം പോലും ഇല്ല. ഈ അന്ന് കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്ന് അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കാറുണ്ടോ? അല്ല, അത് രാഷ്ട്രീയത്തിൽ പറയണത് അന്നത്തോടുകൂടി അതിൻ്റെ തീർന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം പല പാർട്ടിക്കാരായിട്ടും വ്യക്തിബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കും, അത് വേറെ. അതിനെ രാഷ്ട്രീയമായിട്ട് കാണരുത്. കാരണം എൻ്റെ പിതാവിന് രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം സുഹൃത്തുക്കൾ പല പാർട്ടിയിലായിരുന്നു, സ്വന്തം പാർട്ടിനെ. അതൊരിക്കലും അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, വ്യക്തിപരമായിട്ട് അവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. അതുതന്നെയാണ് ഞാനും കണ്ടിന്യൂ ചെയ്യണത്. നമ്മൾ അച്ഛനമ്മമാരുടെ കണ്ടിട്ടല്ലേ നമ്മൾ പഠിക്കുക.